ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. നെയ്യാട്ടത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരി ശിവക്ഷേത്രത്തിൽ പ്രത്യേകമായുള്ള വാളറയിൽ സൂക്ഷിക്കുന്ന മുതിരേരിവാൾ വൈശാഖ മഹോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര ശ്രീകോവിലിൽ ബിംബത്തോട് ചേർത്ത് വയ്ക്കുന്ന മുതിരേരിവാൾ വിശാഖ നാളിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇക്കര കൊട്ടിയൂരിലെ ബലിബിംബത്തോടൊപ്പം അക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്നു. മുതിരേരിവാൾ ഇക്കര കൊട്ടിയൂരിൽ എത്തിയതോടെ നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അക്കരെ മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിക്കുന്നതിനായി കുറ്റ്യാടിയിലെ ശ്രീ ചാതിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തേടൻ എന്ന സ്ഥാനിക വാര്യർ ഓടയും തീയും എഴുന്നള്ളിച്ച് ഇക്കര കൊട്ടിയൂരിൽ എത്തുന്നു. ഓടയും തീയുമായി ബ്രാഹ്മണരും തേടൻ വാര്യരും നമ്പീശനും അക്കര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് മണിത്തറയിൽ മൺതാലത്തിൽ ശുഭരാശിയിൽ ചോതിവിളക്ക് തെളിയിക്കുന്നു. ഇക്കര കൊട്ടിയൂരിൽ അടിയന്തരോഗം ചേർന്നതിന് ശേഷം സമുദായിയും തന്ത്രിമുഖ്യന്മാരും ഊരാളന്മാരും അടിയന്തരക്കാരും അക്കര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. മണിത്തറ ഏറ്റുവാങ്ങിയ ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയും സഹതന്ത്രിമാരും മണിത്തറയിൽ പ്രവേശിച്ച് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തുന്നു. അതിനുശേഷം വിശിഷ്ടമായ ചടങ്ങായ നാളൻ തുറക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത്. അണിയാര ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചെത്തി ഉണ്ടാക്കുന്ന പാര കൊണ്ടാണ് ബ്രാഹ്മണർ അഷ്ടബന്ധം നീക്കുന്നത്. അക്കരെ കൊട്ടിയൂർ തിരുവഞ്ചേരിയിലെ മണിത്തറയിൽ ചോതിവിളക്ക് തെളിഞ്ഞതോടെ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിലെ അഷ്ടബന്ധം നീക്കി നാളം തുറന്നു. അഷ്ടബന്ധം നീക്കിയതിനു ശേഷമാണ് നെയ്യാട്ടത്തിന് രാശി വിളിക്കുന്നത്. നെയ്യാട്ടത്തിന് മുഹൂർത്തം അറിയിച്ച് രാശി വിളിക്കുന്നതോടെ നെയ്ക്കാരിൽ നിന്ന് നെയ്ക്കിണ്ടികൾ വാങ്ങി മണിത്തറയിൽ വെച്ച് വിധിപ്രകാരം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു. ഏകദേശം 2000-ഓളം നെയ്യമൃതക്കാർ 1 മാസത്തോളമുള്ള കഠിനവ്രതത്തോടെ കൊണ്ടുവന്ന നെയ്യ് കുംഭങ്ങളിലെ നറുനെയ്യാണ് മഹേശ്വരന്റെ മണിത്തറയിലെ സ്വയംഭൂവിൽ ആടിയത്. ഗോവിന്ദനാമ സങ്കീർത്തനങ്ങൾ മുഖരിതമായ അന്തരീക്ഷത്തിൽ വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ കലശപാത്രത്തിലെ നെയ്യാണ് ആദ്യം ആടിയത്. തുടർന്ന് രണ്ടാമതായി തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ കലശപാത്രത്തിലെ നെയ്യ് അഭിഷേകം ചെയ്തു. അതിനുശേഷം മറ്റു വൃത്തക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടി. ബുധനാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന നെയ്യഭിഷേകം കൊണ്ടാടലോടുകൂടിയാണ് സമാപിച്ചത്. നെയ്യാട്ട സമയത്ത് മണിത്തറയും പരിസരവും ഹരിഗോവിന്ദ വിളികളാൽ മുഖരിതമായിരുന്നു. നെയ്യാട്ടത്തോടെ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. ഇനി 27 നാൾ അക്കരെ കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും. കാനന നടുവിലെ ക്ഷേത്രമില്ല. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുക. ഗംഗയ്ക്ക് സമാനമായ പുണ്യനദിയായ ബാവലിയിൽ മുങ്ങി ഈറൻ മാറാതെ കാറ്റും മഴയും വെയിലും വകവെക്കാതെ അകന്നിറങ്ങിയ ഭക്തിയോടെ തിരുവഞ്ചിറ വലം വെച്ച് മണിത്തറയിലെ സ്വയംഭൂ ദർശിക്കാൻ എത്തുന്ന കാഴ്ച കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ.
ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.